കഴിഞ്ഞ ഞായറാഴ്ച, അതായത് പുതു ഞായറാഴ്ച നടന്ന സംഭവം നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. 4 സുവിശേഷങ്ങളിലും വെച്ച് ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം തോമാസ് ലീഹ നടത്തി. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഈശോയും തോമാസ് ലീഹായും തമ്മിലുള്ള സംഭാഷണത്തിനിടയിലാണ് തോമാസ് ലീഹ പറഞ്ഞത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. എന്നാൽ ഇന്ന് തൊട്ടടുത്ത അധ്യായത്തിൽ സ്നേഹിതന്മാരുടെ ക്യാപ്റ്റനായിരുന്ന പത്രോസും ഈശോയും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ ഈശോ ചോദിക്കുന്നു, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആവർത്തിച്ച് ഒരു കാര്യം മാത്രമാണ് ചോദിച്ചത്, സൈമൺ, ഡു യു ലവ് മീ? അതിന് മറുപടിയായി പത്രോസ് ആവർത്തിച്ച് ഒരേ മറുപടി നൽകി, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യെസ് ലോർഡ്, ഐ ലവ് യു. 4 സുവിശേഷങ്ങളുടെയും ഈ അവസാന അധ്യായത്തിൽ, അവസാന പേജിൽ എന്തുകൊണ്ടാണ് ഈ ഒരു നാടകീയ രംഗം സുവിശേഷം രേഖപ്പെടുത്തിയത്? ഈശോയുടെ ഭാഗത്തു നിന്നും വളരെ വ്യക്തിപരമായൊരു ചോദ്യം, അതോടൊപ്പം പത്രോസിൻ്റെ ഭാഗത്തു നിന്നും വളരെ നിഷ്കളങ്കമായൊരു ഉത്തരം. 3 സന്ദേശങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒന്നാമതായി, ഈശോ പത്രോസിൻ്റെ ഇന്നലകളിലേക്കല്ല, ഇന്നിലേക്കാണ് ശ്രദ്ധ തിരിച്ചത്. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പത്രോസിനോട്, നീ എന്തുകൊണ്ട് ഗെത്സമനിൽ വെച്ച് ഉറങ്ങി? പത്രോസേ, നീ എന്തുകൊണ്ട് എൻ്റെ കുരിശിൻ്റെ വഴിയെ വന്നില്ല? പത്രോസേ, നീ എന്തുകൊണ്ട് ആവർത്തിച്ച് എന്നെ തള്ളിപ്പറഞ്ഞു? എന്നൊന്നുമായിരുന്നില്ല ഈശോ ചോദിച്ചത്. ഈശോ ചോദിച്ചത് അവൻ്റെ ഇന്നിനെക്കുറിച്ചായിരുന്നു. ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. പ്രിയപ്പെട്ടവരെ, നാമൊക്കെ ചിലപ്പോൾ നമ്മുടെ ഇന്നലകളിൽ കുടുങ്ങിക്കിടക്കുന്നവരാകാം. നമ്മെ വേദനിപ്പിച്ചവരുണ്ട്, മാറ്റി നിർത്തിയവരുണ്ട്, മുറിപ്പെടുത്തിയവരുണ്ട്. ഇപ്രകാരമുള്ള കൈപ്പേറിയ അനുഭവങ്ങളും പേറിക്കൊണ്ട് നാം ഇന്നും ജീവിക്കുകയാണോ? അതോ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഇന്നിനെക്കുറിച്ച് സന്തോഷിക്കാൻ, ഇന്നിൻ്റെ ആനന്ദം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുമോ? രണ്ടാമതായി, ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു, പത്രോസിന് സൗഹൃദത്തിൻ്റെ പുതിയൊരു അനുഭവം ഈശോ നൽകുകയാണ്. പലതവണ പരാജയപ്പെട്ടവനാണ് പത്രോസ്. എങ്കിലും ഈശോ അവന് പുതിയൊരു ദൗത്യം നൽകുന്നു. നമ്മുടെയും ജീവിതങ്ങളിൽ ഓരോ കുമ്പസാരവും ഓരോ പ്രഭാതവും ഈശോയുമായുള്ള പുതിയൊരു ബന്ധത്തിനുള്ള അവസരമാണ്. മൂന്നാമതായി, ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു, നാം ഈശോയെ സ്നേഹിക്കുന്നവരാണോ, ഈശോയുടെ സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നാം ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം, നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക. കാരണം ഗുരു, ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശോ പത്രോസിൽ നിന്നും ആവശ്യപ്പെട്ടത് ഒരു കാര്യമേ ഉള്ളൂ, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നീ എൻ്റെ കുഞ്ഞാടുകളെ, നിൻ്റെ കൂടെയുള്ളവരെ നോക്കുക, അവരെ നയിക്കുക. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നാം യേശുവിനെ സ്നേഹിക്കുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രകടമാകണമെങ്കിൽ, അതൊരു യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരിലേക്ക് നോക്കാൻ, അവരെ സ്നേഹിക്കാൻ, അവർക്ക് സേവനം ചെയ്യാൻ നമുക്കും സാധിക്കട്ടെ. ഈശോ ചോദിച്ചു, ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള കർത്താവിനോട്, ഈശോയെ, ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്ന് നമുക്കും പറയാം. ഒരുപക്ഷെ അടുത്തായിരുന്നോ അകലെയായിരുന്നോ നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു വാക്കിന് വേണ്ടി കാതോർത്തിരിക്കുന്ന അവരോട് നമുക്കും പറയാം, യെസ്, ഐ ലവ് യു. ഈശോയോട് നമുക്ക് പറയാം, ലോർഡ്, ഐ ലവ് യു. ആമേൻ.